പ്ലസ് ടു അക്കൗണ്ടൻസിയിൽ എല്ലാ കുട്ടികളും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷത്തെ പ്രധാനപ്പെട്ട തിയറി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത് എന്ന കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ എൻ്റെ പേര് വഹാവുദ്ദീൻ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ നമുക്ക് മക്കളെ നൈസായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇത് 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: when the provisions applicable in the absence of partnership deed. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസിൽ താഴെ കൊടുത്തിരിക്കുന്ന റൂൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയായിരിക്കും? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇൻട്രസ്റ്റ് ലോൺ എന്തായിരിക്കും? 6% ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇത് വീണ്ടും 2024 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എ ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർ അക്വയർസ് 2 മെയിൻ റൈറ്റ്സ് ഇൻ ദ ഫേം. മെൻഷൻ ദ റൈറ്റ്സ്. അതായത് പുതുതായിട്ടൊരു പാർട്ട്ണർ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ അയാൾക്ക് പ്രധാനമായിട്ടും 2 പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഉണ്ടാവും, 2 പ്രധാനപ്പെട്ട റൈറ്റ്സ് ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ ഏതൊക്കെയാണ് ആ റൈറ്റ്സ് എന്നാ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ക്വസ്റ്റിന് പ്രത്യേകത 2024 2020 ഇതേ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? സോ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റൈറ്റ്സ്? 2 റൈറ്റ്സ് ആണ്. ഒന്നാമത്തേത് റൈറ്റ് ടു ഷെയർ ദി അസറ്റ് ഓഫ് ദി ഫേം, സെക്കൻഡ് വൺ റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ദി ഫേം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോവാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആസ് പെർ ദ ഹിൻസ്. ഹിന്റിനനുസരിച്ച് എന്ത് ഫിൽ ചെയ്യണം? നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കാം. ഒന്ന്, ട്രീറ്റ്മെന്റ് ഓഫ് ലോസസ് ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫാം. ഓക്കെ അല്ലേ? അതായത് ഡിസൊല്യൂഷന്റെ സമയത്തുള്ള ട്രീറ്റ്മെന്റ്സ് എങ്ങനെയാണ് എന്നതാണ് ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ അല്ലേ? ഒന്നാമത് ഫസ്റ്റ് ഔട്ട് ഓഫ് ഡാഷ്, നെക്സ്റ്റ് ഔട്ട് ഓഫ് ഡാഷ് ആൻഡ് ലാസ്റ്റ്ലി ഇഫ് നെസസറി ബൈ ദ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ഡിസൊല്യൂഷന്റെ സമയത്ത് ലോസ് വരാണെങ്കിൽ, നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പാർട്ട്നേഴ്സ് ട്രീറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഒരു കമ്പനിക്ക് നഷ്ടം വരാണെങ്കിൽ ആദ്യം എവിടുന്നായിരിക്കും ഡിസൊല്യൂഷന്റെ സമയത്ത് ട്രീറ്റ് ചെയ്യുക? ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ആദ്യം പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൽ നിന്നുമായിരിക്കും എന്ത് ചെയ്യുക? ആ നഷ്ടത്തെ നികത്താം. നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. അതായത് അതിനുശേഷം ലാഭത്തിൽ നിന്നും നഷ്ടം നമ്മൾ വിടാൻ നോക്കി, പക്ഷെ എന്ത് ചെയ്തില്ല? നഷ്ടത്തിന് കൂടുതലായിരുന്നു. അവ എന്ത് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ഓരോരുത്തരും അവരുടെ ക്യാപിറ്റൽ എത്രയാണോ അത് ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഡിസൊല്യൂഷന്റെ സമയത്ത് ആ ലോസസിന് എന്ത് ചെയ്യുക? മീറ്റ് ചെയ്യുക. ഇനിയും അങ്ങനെ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടും എന്ത് തീരുമാനമായില്ല? ആ ലോസിനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വൽ എന്ത് ചെയ്തിരിക്കണം? ആ നഷ്ടത്തെ എന്ത് ചെയ്തിരിക്കണം? വീട്ടണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സോ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ നമുക്കെന്ത് ചെയ്യാം? 2020 അതേപോലെ 2024 ഒരേപോലെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. റൈറ്റ് 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേഷൻ ക്യാപിറ്റൽ മെത്തേഡ്. അതായത് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേഷൻ ക്യാപിറ്റൽ മെത്തേഡും തമ്മിൽ ഡിഫറൻസസ് എന്തൊക്കെയാണ്? കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. 2024 ചോദിച്ചു, 2020 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? സോ ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫിക്സ്ഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേഷൻ ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുകയാണെങ്കിൽ 4 വർഷവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യം കാണാൻ പറ്റും. അതായത് 2020, 2022, 2023, 2024 കഴിഞ്ഞ 4 വർഷം ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ? റൈറ്റ് 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കഴിഞ്ഞ 4 വർഷങ്ങൾ തുടർച്ചയായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ 4 വർഷങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ അല്ലേ? നിർബന്ധമായിട്ട് പഠിച്ചു പോകുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ 5 വർഷത്തിൽ 4 വർഷവും ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുമ്പോൾ ആ ഈ ക്വസ്റ്റ്യന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഓക്കെ അല്ലേ? സോ എന്തായാലും നോക്കിയിട്ട് മാത്രം പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനെ പ്രത്യേകം നോക്കുകയാണെങ്കിൽ 2023 ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് ഔട്ട് 4 ഐറ്റംസ് അപ്പിയറിംഗ് ഇൻ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വെൻ ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും റെക്കോർഡ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം റെക്കോർഡ് ചെയ്യൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓപ്പണിംഗ് ക്യാപിറ്റൽ. സെക്കൻഡ് നമുക്ക് എന്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും? അഡീഷണൽ ക്യാപിറ്റൽ. ഓക്കെ, അഡീഷണൽ ക്യാപിറ്റൽ ആണ്. ഇത് നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും? പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യും. ദെൻ സാലറി നമ്മൾ റെക്കോർഡ് ചെയ്യും. ദെൻ കമ്മീഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ അല്ലേ? ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യും. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡ് പറഞ്ഞ കാര്യം ക്ലിയർ. ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ് ഇൻ ടു സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ഗുഡ് വിൽ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഇസ് വാല്യൂഡ്. അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന സർക്കംസ്റ്റാൻസ്, സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാ ചോദ്യം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ 2020, 2021, 2022 3 വർഷം ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പം എന്താണ് ഗുഡ് വില്ല്?
എന്താ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വാല്യൂ ഓഫ് ദി റെപ്യൂട്ടേഷൻ ഓഫ് ദി ഫേം ആണ് അല്ലേ. അപ്പം എന്താണ് ഗുഡ് വിൽ എന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ ഫാക്ടേഴ്സ് എഫക്ട് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആ ഗുഡ് വില്ലിനെ എഫക്ട് ചെയ്യുന്നത്? ഒന്ന് ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ് ആണ്, രണ്ട് എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്, നേച്ചർ ഓഫ് ഗുഡ്സ്, ട്രെൻഡ് ഓഫ് പ്രോഫിറ്റ്, ക്യാപിറ്റൽ റിക്വയർഡ്, മാർക്കറ്റ് സിറ്റുവേഷൻ. ഓക്കെ, ഇതാണ് ഗുഡ് വില്ലിനെ വാല്യൂ ഇഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. എന്നാൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഗുഡ് വില്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സർക്കംസ്റ്റാൻസസ് ഏതൊക്കെയാണ്, അതാണ് ഇനി പറയാൻ പോകുന്നത്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, അമാൽഗമേഷൻ. ഓക്കെ, ഈ 6 സാഹചര്യങ്ങൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഗുഡ് വില്ലിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സെലക്ട് ദ സ്യൂട്ടബിൾ അക്കൗണ്ട് ഫ്രം ദ ബ്രാക്കറ്റ്സ് ഓഫ് ദ ഫോളോവിങ് ഫോർ ദ ഫോളോവിങ്. ഓക്കെ അല്ലേ. താഴെ കൊടുത്തിരിക്കുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള അക്കൗണ്ട് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ എന്താ? ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം, അതായത് ഒരു ഫേമിന്റെ ഡിസൊല്യൂഷന്റെ സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് ആർ ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിംഗ് ദ ക്യാപിറ്റൽ ബാലൻസ് ടു ഡാഷ് അക്കൗണ്ട്. അതായത് ഡിസൊല്യൂഷന്റെ സമയത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബാലൻസിനെ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക, എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? അതിനുത്തരം ബാങ്ക് ആണ് ആൻസർ. ഓക്കെ അല്ലേ. ബാങ്കിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ക്വസ്റ്റ്യന് കൊടുത്തുള്ള ഏതാണ്? ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, അടുത്തത് ദ അക്യുമുലേറ്റഡ് ലോസ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിംഗ് ടു ഡാഷ് അക്കൗണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും പറയാം അക്യുമുലേറ്റഡ് ലോസ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആണ്. ഓൾഡ് ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുള്ള അക്യുമുലേറ്റഡ് ലോസ്, ജനറൽ റിസർവ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ഈ 3 ഐറ്റത്തെ നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇതാണ് എൻ്റെയും ബിൻ്റെയും ആൻസർ ആയിട്ട് വരാം. പറഞ്ഞ കാര്യം ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ്? ഹൗ വിൽ യു ട്രീറ്റ് ദ ഫോളോവിങ് ഐറ്റംസ് ഇൻ എ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസിൽ താഴെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് റൂൾ ഉണ്ടാവുക? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയായിരിക്കും? ഈക്വലി ആയിരിക്കും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാവുക അല്ലേ. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടാവോ? ഇല്ല. നോട്ട് എൻടൈറ്റിൽഡ്. ഓക്കെ അല്ലേ, നോട്ട് എൻടൈറ്റിൽഡ്, അവർ കൊടുക്കാനുള്ള അവകാശമില്ല. പറഞ്ഞ കാര്യം ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ദ ജേർണൽ എൻട്രീസ് ഫോർ ദ ഫോളോവിങ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ സമയത്ത് താഴെ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിലെ ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തത് ഫോർ സെയിൽ ഓഫ് അസറ്റ്. അസറ്റ് വിറ്റാൽ എന്താ ജേർണൽ എൻട്രി? അസറ്റ് വിറ്റാൽ എന്തായിരിക്കും ജേർണൽ എൻട്രി? ഒന്ന് സിമ്പിൾ ആക്കി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അസറ്റ് നമ്മൾ സെല്ല് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും അല്ലേ. സോ ദ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ. ഓക്കെ അല്ലെ, ക്യാഷ് അക്കൗണ്ട് അപ് ടു റിയലൈസേഷൻ. ദെൻ ഫോർ പേയ്മെന്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസസ്, നമ്മളൊരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഒരു എക്സ്പെൻസ് കൊടുക്കുകയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ജേർണൽ ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് അപ് ടു ക്യാഷ് ആണ്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. അതായത് ഒരു സ്ഥലത്ത് അസറ്റ് വിൽക്കുന്നു, നമുക്ക് പൈസ കിട്ടും. സോ ക്യാഷ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. സിമ്പിൾ. മറ്റൊരു സിറ്റുവേഷനിലോ നമ്മളൊരു പേയ്മെന്റ് കൊടുത്തു. നമ്മളൊരു പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയും. സോ നമ്മൾ എന്ത് ചെയ്തു? ക്യാഷിന് എന്ത് ചെയ്തു? നമ്മൾ സിംപിളി ക്രെഡിറ്റ് ചെയ്തു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് ഇനി 6 അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് ഇൻവോൾവ് ഓൺ ദ റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഓക്കെ അല്ലേ? വളരെ അതിമനോഹരമായ ചോദ്യമാണ്. 2020-ലും 2021-ലും ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് റിട്ടയർമെന്റിന്റെ സമയത്ത് ഒരു പാർട്ട്ണർ ഫേമിൽ നിന്നും റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് എന്നാണ് ചോദ്യം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്തൊക്കെയാണ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ്? ഇത്രയും അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എപ്പം? ഒരു പാർട്ട്ണർ ഒരു ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ. ഏതൊക്കെയാണത്? ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമുക്ക് എന്ത് പറയാൻ പറ്റും? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് ഗെയിനിംഗ് റേഷ്യോ, adjustment regarding goodwill, revaluation of assets and liabilities, distribution of reserves and accumulated profit or loss, ascertainment of profit or loss by the date of retirement, calculation of total amount due to retiring partner, settlement of the total amount due to retiring partner, adjustment of capital of continuing partners. ഈ 9 അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഏതെങ്കിലും 6 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, 6 എണ്ണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന സ്ഥിര സാന്നിധ്യമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ അല്ലേ? സോ ഈ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നിർബന്ധമായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക? പബ്ലിക് എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തായാലും പഠിച്ചതിന് ശേഷം മാത്രം പോവാം. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് ഇനി ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി പഠിക്കാം. പറഞ്ഞാലും ക്ലിയർ അല്ലേ? കാരണം നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വളരാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണം നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ വീഡിയോന് താഴെ കമന്റ് ആയിട്ടോ അല്ലെ പേഴ്സണൽ കണക്ട് ചെയ്തിട്ടോ എങ്ങനെ വേണം നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം കേട്ടോ. സോ നിങ്ങളെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ടീം സൈലം കൊമേഴ്സ് എപ്പോഴും ഉണ്ടാവും. സോ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓൾ ദ ബെസ്റ്റ്. ബൈ.